നിങ്ങൾ ഫസ്റ്റത്തെ വയനാടല്ലേ ഒന്നിച്ചുള്ള? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗായ്സ്, നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഒരു വയനാട്ടിലേക്ക് പോവുകയാണ്. അതെ, നമ്മൾ ഇന്നൊരു റിസോർട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇപ്പം ഇമ്മയും ഞാനും ബാബുവും അച്ഛനും സീനും മാത്രമേ ഉള്ളൂ. ബിന്ദി അനസുണ്ട്. ഒരു പിന്നെ ഒന്ന് വൈബാക്കാൻ വേണ്ടി കണ്ട് സ്കൂട്ടി എടുത്തിട്ടുണ്ട് അല്ലേ? ഓല സ്കൂട്ടിമേലാണ് ഗൈസ്. അപ്പോൾ ഒരു ബാക്കിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടിവാരത്താണ് ഉള്ളത്. അത് മാത്രല്ല ഗൈസ്, നമ്മള് കുട്ടിന്റെ ഫസ്റ്റ് വയനാട് ട്രിപ്പ് ലോബോ ആദ്യമായിട്ട് ചുരം കയറണം. അതെ, ഞങ്ങളല്ല, കുട്ടി എന്ന് വെച്ചാൽ നമ്മള് കാർ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് വയനാട് ട്രിപ്പ്. ഇന്റെ മടിയിൽ ഇതോണ്ട് 11 ഉണ്ട്. അടിച്ച് കാണിച്ച സീനാണേ. ഓ, നമുക്ക് താല്പര്യമില്ല. 5000 റുപ്യക്ക് വീഡിയോ എടുത്തരാന്ന് ഓനെ. 5000 പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ബാക്കിൽ എല്ലാരും ഉണ്ട്. ഇതുകൊണ്ട് ഒരു വ്ളോഗർ ഉണ്ട്. ഓ, ഇന്നാണോ പൊലിവ്? പിന്നെ ഡാഡി ആൻഡ് മമ്മി. ബിന്ദി അനസാണ്ടോ ബാക്കിൽ ഈ വരുന്നത്? നോക്കൂ, നമ്മുടെ പടയാളികൾ മുന്നിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. ആ പോണ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നിങ്ങൾ ഫസ്റ്റത്തെ വയനാടല്ലേ ഒന്നിച്ചുള്ള? എന്താണ് ക്യാപ്കോൺ അങ്ങനെ എന്തോ ഒരു സിറ്റി ഗൈസ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഡാഡി കോൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ ട്രിപ്പിന്. അനസും മിക്കപ്പ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇറങ്ങി കാണല്ലേ? എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? സാധാരണ ബിന്ദി പകുതി ആവണാണല്ലോ. ഉറങ്ങിട്ടാണ് പകുതി ആവണ്ടേ. കേക്കു ഗൈസ് നിങ്ങൾ. പക്ഷെ ഞാൻ ഉറങ്ങാൻ അയച്ചില്ല. ഉറങ്ങാൻ അയക്കൂല. ഉറങ്ങിയ വെച്ചിടും. അങ്ങനെ ഗായ്സ്, നമ്മൾ വയനാട്ടിലെത്തി ഗായ്സ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വയനാട് ബ്രൂക്ക് വാലി റിസോർട്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പൊന്നെ മനേജ് ആ വീഡിയോ കണ്ടിരുന്ന 300 വോൾട്ടിൻ്റെ ബൾബ് കത്തിയമായിരുന്നു മുഖം. അങ്ങനെ എത്തി ഇപ്പോഴേ. അങ്ങനെ ഗൈസ്, നമ്മളിതാ റിസോർട്ടിൽ നമ്മളെ റൂമിലേക്ക് പോവാണ്. അതെ ഗൈസ്, ചെറിയൊരു തണുപ്പ് ഇപ്പൊ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ രണ്ടാക്കും എന്തോ ഒരു പൊലിവ്. അഞ്ചിന് എന്തോ ഒരു സന്തോഷം റബ്ബേ. മൂന്നാട്ടി അതെ തന്നെ ഗൈസ്. ഇതാണ് നമ്മളുടെ അനസിന്റെ വിരുന്നിന്റെ റൂം. വലിയൊരു പൂളൊക്കെ ഉണ്ട്. ഇമ്മക്ക് ബാബു അനസിന്റെ മുഖം ഉണ്ടല്ലോ കണ്ടിട്ട് ഇതിലുണ്ട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവന്. അമ്മ നോമ്പറത്തിട്ട് ചാടണ്ട നമുക്ക്. അതൊക്കെ ആ സാധനം ഉണ്ട്. എന്താണ്
ഡാഡി ഗിരിജ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ ട്രിപ്പിന് വിളിച്ചാൽ വരില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്. എന്നാലും വൈബ് ആക്കണമെന്നുണ്ട്. നോമ്പ് തുറന്നാൽ എല്ലാവർക്കും ക്ഷീണമുണ്ട്. പക്ഷെ എല്ലാവരും ഇങ്ങനത്തെ ഒരു ഇതിൽ ആദ്യമായിട്ടുള്ള ബാബോ, അതുകൊണ്ടാണ് ഒരിത്. ബാബു എന്താണ് ബാബുവിന്റെ ഫസ്റ്റ് ഡ്രൈവ് വയനാട് ഓട്ടിങ്ങാണ്ട് അല്ലേ ബാബുവിന്റെ? അല്ല സൈബേജ് ഇറക്കണില്ല അതിന്റെ പോലെന്ന്. ഇപ്പം അനസും ബിന്ദിയും സ്റ്റേ ചെയ്യണത് ഞാൻ കാണിച്ചു തരാട്ടാ. എല്ലാവർക്കും ഒറ്റ ഒന്ന് തിന്നണം. അപ്പം ഇതാണ് അവർ സ്റ്റേ ചെയ്യണ സ്ഥലം. എന്തെങ്കിലും പറയാ? കോട്ടേജോ? ആ ഹട്ട്, സോറി ഹട്ട്. ഇമ്മാക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ചെടിമൊക്കെ ഒരു കണ്ണാണ്. നമ്മളെ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് നല്ല രസമുണ്ടാവും. ഇപ്പൊ തന്നെ ഇത് പണ്ട് പണ്ട് കാട്ടിലുള്ള കാട്ടിയാക്കര മരത്തെ ചെടിയാണിത്. കാട്ടാക്കര കാട്ടിയാക്കര കാട്ടിയാക്കര അങ്ങനത്തെ ചെടി ഉണ്ടായിരുന്നു. പിന്നെ പാൻ കൊടുക്കാൻ നേരമായപ്പോഴത്തേന് നമുക്ക് നോമ്പർക്കുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്യുന്നു കേട്ടോ. മതി ഇപ്പൊ നിങ്ങൾ ഇറങ്ങണില്ലേ? പിടിച്ചൊന്നിടും. ഗൈസ് അതിസാഹസികമായി കഹറിനീസ് ചെയ്ത അങ്ങനെ കേറി കേറി അവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടെ ഒന്ന് ചാടുകയാണ്. നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാളെ. നിങ്ങളിത് കാണുക. എന്തേ എന്തോ ഒരു പറച്ചില്. അപ്പൊ ഇവിടെ അനസ് ചാടാൻ പോവുകയാണ് ഗൈസ്. നിങ്ങളിത് കാണുക. അപ്പൊ ഗൈസ് ഇന്ന് ഡിന്നർ വിത്ത് ഫ്രൈഡ് റൈസും ചിക്കൻ എന്താ സാധനം ഇതെന്താ? ചിക്കൻ ചില്ലിയും 65 പിന്നെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എല്ലാ ചിക്കനും ഉണ്ട് ഇവിടെ. നിങ്ങളിവിടെ നിന്നോളി. പാവൊക്കെ മുണ്ടാനില്ല ഫുള്ള് തീറ്റയാണ്. എന്ത് സംഭവിച്ചു അവിടെ? എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഊഞ്ഞാലിൽ നാടാണ്. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുവായി. അനസ അതല്ല എന്നാലും എൻ്റെ ഒരു മുട്ടക്കണ്ടോ. എനിക്ക് വേണ്ട, ഞാൻ തിന്നാറുണ്ട്. കുട്ടിയല്ലേ പറഞ്ഞ പൈപ്പിച്ചല്ല ബാബു എന്തോ ഓടിക്കുന്നുണ്ട്. ബാബുവിനും അപ്പൊ ഗായ്സ് അവിടെ